നമസ്കാരം. വികസനമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കൈക്കൂലി എന്ന വാക്കാണ് നിലമ്പൂരിൽ CPM സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രചരണ ആയുധം. സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങളുടെ അവകാശമാണ്. അത് അകാരണമായി വൈകിപ്പിക്കുന്നതും സേവനങ്ങൾക്ക് പാരിതോഷികം ആവശ്യപ്പെടുന്നതും നൽകുന്നതും ശിക്ഷാർഹമാണ്. പരാതി ഉണ്ടെങ്കിൽ വിളിക്കാനായി ഒരു ഫോൺ നമ്പറുമുണ്ട്. എല്ലാ സർക്കാർ ഓഫീസുകളിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട്. സാധാരണക്കാർ ഇതിനെ വിളിക്കുക കൈക്കൂലി എന്നാണ്. പാരിതോഷികം നൽകി പ്രലോഭിപ്പിച്ച് കാര്യം സാധിക്കുന്നതിനെയാണ് കൈക്കൂലി എന്ന് പറയുന്നത്. ഈ പണിയാണ് നിലമ്പൂർ ഇലക്ഷന് തൊട്ടു മുമ്പ് പിണറായി സർക്കാർ നടത്തിയത്. സർക്കാർ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഇത് കൈക്കൂലി തന്നെയാണ്. ഇതാണ് KC വേണുഗോപാൽ MP വിളിച്ചു പറഞ്ഞത്. സമയബന്ധിതമായി ക്ഷേമ പെൻഷൻ ലഭിക്കുക എന്നത് പൗരന്റെ അവകാശമാണ്. മാസങ്ങളോളം അത് വൈകിപ്പിച്ചിട്ട് ഇലക്ഷൻ കാലത്ത് പെൻഷൻ വിതരണം ചെയ്യുകയും അത് ഞങ്ങളാണ് തന്നത്, ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നതിനെ തുടങ്ങിയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്താൽ ദുഷ്ടലാക്കോടെയാണ് എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷത്തിനുണ്ട്. പിന്നെ ഇൻഷുറൻസ് തുക നൽകുന്നത് പോലെ ക്ഷേമ പെൻഷൻ ഇലക്ഷൻ കാലത്ത് കൊടുത്താൽ അതിനെ കൈക്കൂലി എന്നല്ലാതെ പിന്നെ സ്ത്രീധനം എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം നടത്തിയാൽ എന്തിനാണ് സർക്കാർ വേവലാതിപ്പെടുന്നതെന്നേ? കള്ളി പൊളിഞ്ഞതിനല്ലേ നിങ്ങളുടെ ഈ വെപ്രാളവും വേവലാതിയും വളച്ചൊടിക്കലും ഒക്കെ? അത് വോട്ടിനു വേണ്ടി CPM ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണെന്നേ. ഇത് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിലമ്പൂരുകാർ വീണ്ടും പറ്റിക്കപ്പെട്ടേനെ. അതുമല്ലെങ്കിൽ പെൻഷൻ വാങ്ങിയ വൃദ്ധയുടെ പടവും വെച്ച് നിലമ്പൂര് മുഴുവൻ ഫ്ലെക്സ് ബോർഡ് കൊണ്ട് നിറഞ്ഞേനെ. പിണറായിടാ, ഇത് കേരളം ഡാ എന്നൊക്കെ പറഞ്ഞ് CPMന്റെ ഓരോ കള്ളക്കളിയും പൊളിച്ചെടുക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ CPMന്റെ മെമ്പർഷിപ്പ് എടുത്ത് വീട്ടിലിരുന്നാൽ പോരെ? ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സേവനങ്ങൾ കൊടുക്കാതെ വൈകിപ്പിച്ചിട്ട് ഇലക്ഷൻ ആകുമ്പോൾ അത് നൽകിയാൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ദാരിദ്ര്യത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി CPMന്റെ മെമ്പർഷിപ്പ് എടുക്കാത്തവർ ഇനിയും ബാക്കിയുണ്ടെന്ന് പിണറായി സഖാവിനെ ഓർമ്മിപ്പിക്കുന്നു. ഇനി പെൻഷന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന പിണറായിയോടാണ്. ഈ പെൻഷൻ പദ്ധതി തുടങ്ങിയത് മുൻ മുഖ്യമന്ത്രി R. ശങ്കറാണ്. മാത്രമല്ല തൈക്കിണ്ടിയിലെ തറവാട്ട് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഭിക്ഷയല്ല പെൻഷൻ എന്നുകൂടി സഖാവിനെ ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയുടെ 1000 മടങ്ങാണ് അതിന്റെ പ്രചരണത്തിന് ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയും CPM സർക്കാർ ചെലവഴിക്കുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഈ തുക ധാരാളമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട നിലമ്പൂരിലെ വോട്ടർമാരെ 2021 ആവർത്തിക്കപ്പെടാൻ പാടില്ല. കിറ്റും ക്ഷേമ പെൻഷനും ഒന്നും കണ്ട് നമ്മളിനി വഞ്ചിതരാകാനും പാടില്ല. അങ്ങനെ ചരിത്രമറിയാത്ത കമ്മ്യൂണിസ്റ്റ് കഴുതയെന്നും കമ്മ്യൂണിസ്റ്റ് ജാരനെന്നും CPIയുടെ മുഖപത്രമായ ജനയുഗം പരിഹസിച്ച M. സ്വരാജ് ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ നിലമ്പൂരിൽ മത്സരിക്കുകയാണ്. CPI പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചരിത്രമറിയാത്ത വ്യാജ കമ്മ്യൂണിസ്റ്റ് കഴുതയാണ് M. സ്വരാജ്. ഈ 40-ാം മണിക്കൂറിലും ബുദ്ധിയൊതിക്കാത്തതുകൊണ്ട് M. സ്വരാജിന്റെ തലയിൽ തക്കാളി തളം വയ്ക്കാൻ CPI തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. നിങ്ങളുടെ ആ കമ്മ്യൂണിസ്റ്റ് ജാരസന്തതിയായ സ്വരാജിന്റെ വളർച്ചയെയും അയാൾ പറഞ്ഞതിനെയും ഇപ്പോഴും CPI അംഗീകരിക്കുന്നുണ്ടോ? അതോ CPIയുടെ നിലപാട് പഴയത് തന്നെയാണോ? ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതിന്റെ പ്രവർത്തകർക്ക് പതാക വളരെ പ്രിയപ്പെട്ടതാണ്. CPIയുടെ കൊടി പീറ തുണിയെന്ന് വിശേഷിപ്പിച്ച M. സ്വരാജിനെ നിലമ്പൂരിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും. 67-ന് ശേഷം നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ M. സ്വരാജിനെ CPM തെരഞ്ഞെടുത്തത് ചാവേറാകാനാണെന്ന് CPIക്ക് അഭിപ്രായമുണ്ടോ? നിലമ്പൂരിലെ വോട്ടർമാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്.